ഇതെന്താണ്? ഇതെന്താണ്? മറന്നുപോയി ഇവളെ കൂട്ടാൻ വേണ്ടി. ആ ഇങ്ങനെയല്ലേ കേക്ക് തരാറ്? ഞാൻ വലിയ താക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്നേഹനിധി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ വെരി സ്പെഷ്യൽ വ്ളോഗാണ്, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വ്ളോഗാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എന്താ പറയുക, ഞാൻ കുറേ നാളായി ഇങ്ങനെ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഒരു ഇൻട്രോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാൻ കുറച്ചൊരു നെർവസ് ആയിട്ടാണ് ഇരുന്ന് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് നാളായില്ലേ, അപ്പോൾ എൻ്റെ ഒരു ഇതുണ്ട്. സാധാരണ ഞാൻ വോയിസ് ഓവറാണ് ചെയ്യാറ്. പിന്നെ നമ്മുടെ വളരെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആയതുകൊണ്ടും ഇങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിത് വളരെ സ്പെഷ്യൽ ആവാൻ 2-3 റീസൺസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ 4th വെഡിങ് ആനിവേഴ്സറി ആണ്, വെരി ഹാപ്പി ഡേ. ആൻഡ് പിന്നെ നമ്മുടെ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് നമ്മൾ ദുബായിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ ഇത്. പിന്നെ തേർഡ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫാമിലി, അതായത് ഞാൻ, ഏട്ടൻ, മോൻ എന്നുള്ള കുട്ടി ഫാമിലിയുടെ ഒരു ഞങ്ങൾ മാത്രമായിട്ടൊരു ഒരു ഡേ, ഒരു സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 2-3 റീസൺസ്, നമുക്ക് ഹാപ്പി റീസൺസ് ഉണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്പെഷ്യൽ വ്ളോഗാണ്. ഇപ്പോൾ ഏകദേശം ഞാൻ വന്നിട്ട് 3-4 ദിവസമായി. അങ്ങനെ നമ്മുടെ ദുബായിലെ ഫസ്റ്റ് വ്ളോഗാണ്. ഇപ്പം ഞാനും മോനും നമ്മുടെ ഫ്ലാറ്റിലാണ് ഉള്ളത്. ഏട്ടൻ ഓഫീസിൽ പോയ സമയത്താണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞാൻ കുറച്ച് സർപ്രൈസുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പം എനിക്ക് നാട്ടിൽ നിന്നേ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദിമോൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ വന്ന് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ നമുക്കത് കുറച്ച് കാരണങ്ങളാൽ നമ്മൾ വിചാരിച്ച പോലെ വിസയും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ആയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോസിബിൾ ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വെഡിങ് ആനിവേഴ്സറിക്ക് മുന്നേ വരണം, വന്നിട്ട് വെഡിങ് ആനിവേഴ്സറി ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാം എന്നൊരു കൺസെപ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേയും വെഡിങ് ആനിവേഴ്സറികൾ ഒരുമിച്ച് ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഏട്ടനാണ് എനിക്ക് സർപ്രൈസുകൾ ഗിഫ്റ്റ് തരാറും സർപ്രൈസായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഏട്ടനാണ് കൂടുതലും. അപ്പം ഞാൻ ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട് ഓഫ്കോഴ്സ്, പക്ഷേ എന്താ പറയുക, വളരെ സ്പെഷ്യൽ അല്ലെങ്കിൽ സർപ്രൈസ് ആവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ എന്തായാലും നാട്ടിൽ നിന്നേ ഞാൻ കരുതി കൂട്ടിയാണ് വന്നത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പുറത്ത് പോയി കാര്യങ്ങൾ വാങ്ങിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ നിന്ന് എല്ലാ സകല സന്നാഹങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ കേക്ക് വരെ ഞാൻ കൊണ്ടുവന്നു കേട്ടോ. കാരണം ഇവിടെ വന്നിട്ട് പെട്ടെന്ന് പോയി വാങ്ങിക്കാനൊന്നും എനിക്ക് അറിയില്ലാത്തത് കൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഒരു പ്ലം കേക്ക് കൊണ്ടുവന്നു. ഞാനത് ആക്ച്വലി ലഗേജിൽ വെക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് ലഗേജ് വെയിറ്റ് കൂടുതലായിരുന്നു വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയിട്ടാണ് വന്നത്. പിന്നെ എയർപോർട്ടിൽ വന്നപ്പോൾ എന്തോ എനിക്ക് ലഗേജ് കുറവായിരുന്നു, 3 കിലോ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് എയർപോർട്ടിൽ നിന്ന് ഡ്യൂട്ടി ഫ്രീന്ന് കേക്ക് കിട്ടി. അപ്പോൾ ഞാൻ അവിടുന്ന് എലൈറ്റിൻ്റെ ഒരു പ്ലം കേക്കാണ് കേട്ടോ വാങ്ങിയത്. കാരണം നമുക്ക് മറ്റു കേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ കേക്ക് വരെ ഞാൻ കൊണ്ടുവന്നു. വന്നിട്ട് ഏട്ടന് ഇതുവരെ ഒരു ഷർട്ട് പോലും ഞാൻ എടുത്ത് കൊടുത്തിട്ടില്ല, ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആളത് വിശ്വസിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എന്തെന്നാണ് കൊണ്ടുവന്നത്, ഒന്നും കൊണ്ടുവന്നില്ലേ എന്ന്. അത് ഞാൻ പറഞ്ഞു, ഇല്ല ഒന്നും കൊണ്ടുവന്നില്ല, ഏട്ടനല്ലേ ഒന്നും വേണ്ടാന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ഏട്ടൻ്റെ വീട്ടിൽ നിന്നും ഞാൻ വാങ്ങിച്ചതും ഒക്കെ ഗിഫ്റ്റുകൾ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ വളരെ സ്പെഷ്യലായിട്ടൊരു സ്പെഷ്യലായിട്ടൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര വലിയ, നിങ്ങൾ കാണുമ്പോൾ അയ്യോ ഇതാണോ അത്ര വലിയ ഇത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ എന്താ പറയുക, അങ്ങനെ വലിയൊരു സംഭവം അല്ലെങ്കിൽ ഇവൻ എനിക്കതൊരു സ്പെഷ്യലാണ്. വലിയ ഗിഫ്റ്റൊന്നുമല്ല. ഏട്ടൻ അത് സർപ്രൈസ് ആവും, കാരണം എക്സ്പെക്റ്റ് ചെയ്യില്ല. കാരണം നമ്മളിപ്പോൾ ഈ നാട്ടിൽ നിന്ന് വന്നു, അതിൻ്റെ തിരക്ക് ബിസി കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഒരു കാര്യം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഹി വിൽ ബി സർപ്രൈസ്. അതിൻ്റെ ആ ഒരു സർപ്രൈസ്, ആ ഒരു എക്സ്പ്രഷൻ എനിക്ക് ഫേസിലൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ സർപ്രൈസ് ആവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി എന്തെങ്കിലും വലിയ സർപ്രൈസ് ആവുമോ എന്നെനിക്കറിയില്ല. എങ്കിലും ഈ ഗിഫ്റ്റ് കാണുമ്പോൾ സർപ്രൈസ് ആവും. നിങ്ങൾക്കും കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര വലിയ ഗിഫ്റ്റ് എന്നൊന്നും തോന്നില്ല, എങ്കിലും ഒരു കുട്ടി ഗിഫ്റ്റ്. അപ്പം അങ്ങനെ നമ്മൾ
എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇന്ന് ഫുഡ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാൻ വന്നത്. ആൾ ശരിക്കും ഉച്ചയ്ക്ക് ലഞ്ച് ഞാൻ കൊടുത്തു വിടുകയാണ് പതിവ്. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ടായിരിക്കാം. പിന്നെ സാറ്റർഡേ പുള്ളിക്ക് കുറച്ചധികം ടൈം ഓഫീസിൽ കിട്ടാറുണ്ട്, ഐ മീൻ ലഞ്ച് ബ്രേക്കായിട്ട്. അപ്പോൾ അതുകൊണ്ട് വരാൻ ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈവനിങ്ങിലേക്കാണ് എല്ലാം പ്ലാൻ ചെയ്തിരുന്നത്. പെട്ടെന്ന് ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി, അയ്യോ എന്ത് ചെയ്യും, കുറച്ച് സമയമല്ലേ ഉള്ളൂ എന്ന്. പിന്നെ ഈവനിങ് വന്നിട്ട് പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ടൈം കുറവാണ്. ഏട്ടൻ ഏകദേശം ഒരു 5:30, 6 ഒക്കെ ആകുമ്പോഴേക്കും എത്തും. അപ്പോൾ ഒരു 5:30, 6 o'clock ആകുമ്പോൾ ഏട്ടൻ എത്തും. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ ചെയ്യാൻ പിന്നെയും ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഏട്ടൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പോവുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ലഞ്ചിന് വരുന്നതിന് മുന്നേ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാമെന്ന്. പ്രോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു പ്രോൺസ് ബിരിയാണിയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഞാൻ ബിരിയാണി ചെയ്യാൻ കുറച്ച് എക്സ്പേർട്ടാണ്. ഐ മീൻ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാനറിയാം. പക്ഷേ പ്രോൺസ് ബിരിയാണി ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത്തിരി എരിവ് കൂടിയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ റെഡിയാണ്. ഇനി എനിക്ക് സാലഡ് ഉണ്ടാക്കണം, ബിരിയാണിക്കുള്ള സാലഡ് ഉണ്ടാക്കണം. വലിയ പണിയൊന്നുമില്ല, ഞങ്ങൾക്ക് 2 പേർക്കല്ലേ വേണ്ടു. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ ഉണ്ടാക്കി നമ്മുടെ ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം, ഗിഫ്റ്റുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഇതാണ് ഞാൻ ബിരിയാണി പ്രിപ്പയർ ചെയ്തത്. ബിരിയാണി പ്രിപ്പയർ ചെയ്തൊന്നും ഞാൻ വലിയ ലെങ്തി വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഷോർട്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി സെറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇത് ഞാൻ ഏട്ടന് വാങ്ങിയ ഒരു ഷർട്ടാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി നാട്ടിൽ നിന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്താണ് കൊണ്ടുവന്നത്. പിന്നെ ഇത് നമ്മുടെ ഡെക്കറേഷൻ, ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ, ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ്. പിന്നെ ഇത് ചേച്ചി ഏട്ടന് കൊടുത്തുവിടെ ഷർട്ട്. ഇത് എൻ്റെ അച്ഛനും അമ്മയും ഏട്ടന് വിഷുവിന് ഷർട്ടും മുണ്ടും വിഷുവിന് കൊടുക്കാനായിട്ട് ഇടാനായിട്ടുള്ള അങ്ങനെ. അപ്പം ഇതെല്ലാം ഞാൻ ഇന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിത് കേക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഏട്ടൻ്റെ ഗിഫ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു വിൻഡോ ആണ് കേട്ടോ. വിൻഡോയുടെ ഇത് ഇവിടെയാണ് ഞങ്ങൾ ടേബിൾ ഇട്ടിരിക്കുന്നത്. അപ്പം ഈ ടേബിൾ അങ്ങോട്ട് ഇട്ടിട്ട് കേർട്ടനിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സ്റ്റിക്കർ പറിച്ചെടുക്കുമ്പോൾ വീണ്ടും അതിനകത്ത് പാട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേർട്ടനിൽ ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് കേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് നമുക്കിവിടെ കേക്കൊക്കെ വെച്ച് ടേബിളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡെക്കറേഷൻ ഐറ്റംസിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഫോട്ടോ കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ്. പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റെഡും ഗോൾഡും ആണ് തീം മീൻസ് ഇതിൻ്റെ തീം അതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെഡ് ഇട്ടത്. നേരത്തെ ഞാനിന്നൊരു റെഡും ഗ്രീനും കൂടെ ഒരു ഷർട്ടാണ് അയൺ ചെയ്ത് കൊടുത്തത്. പിന്നെ നമ്മൾ ബലൂണും ഇതൊക്കെ വരുന്നത് ഗോൾഡനും റെഡുമാണ്. ഇതിനകത്ത് വേറെ ബലൂൺസ് നമുക്ക് 8 റെഡും 8 ഗോൾഡനും ആ ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. നമുക്കിങ്ങനെ ഇതിൻ്റെ നമുക്ക് എന്താ പറയുക, ബലൂൺസ് ഉണ്ട്, എയർ ബലൂൺസ് ഉണ്ട്. അപ്പോൾ അത് വീർപ്പിച്ച് ഇവിടെ സെറ്റ് ചെയ്യണം. പക്ഷേ ഇതെങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇതെന്താ ഇത് ലവ് എന്ന് എഴുതിയൊരു എയർ ബലൂണാണ് കേട്ടോ. ലവ് എന്നാണ്. ഇതൊക്കെ ഞാൻ എങ്ങനെ ഇവിടെ സെറ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ട ഫോട്ടോയിലൊരു വേറെ സൈസൊക്കെ ആയിരുന്നു. ഇനി അടിപൊളി. ഇതിന് ത്രെഡില്ല. അവർ ടേപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓർത്തില്ലാന്ന്. ഇതപ്പോൾ ചെറിയൊരു പണിയാണ്. ആനിവേഴ്സറി എന്നുള്ള ലെറ്ററാണ് കേട്ടോ. മീൻ ഹാപ്പി ആനിവേഴ്സറി. ഇത് നമ്മൾ തുളച്ച് എല്ലാം ത്രെഡ് ഇടണം. അങ്ങനെ ചെറിയ പണി നമുക്കുണ്ട്.
ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഡബിൾ ടേപ്പിൻ്റെ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഒരുപാട് ഡബിൾ ടേപ്പ് ഉപയോഗിക്കേണ്ടി വന്നു കർട്ടനിലായതുകൊണ്ട്. ഒരു വൃത്തിയായിട്ടില്ല. ഡബിൾ ടേപ്പുകൾ കാണുന്നതുകൊണ്ട് ഭംഗിയായില്ല. പിന്നെ ഗോൾഡൻ ബലൂണുകൾ എല്ലാം തന്നെ ഓട്ടയായിരുന്നു. രണ്ടെണ്ണമാണ് ആകെ വീർപ്പിക്കാൻ പറ്റിയത്. അതിലൊരെണ്ണം പൊട്ടി പോവുകയും ചെയ്തു. പിന്നെ നമ്മൾ ബാക്കി റെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ബലൂൺസ് മിക്കതും തന്നെ ഓട്ടയായിരുന്നു. ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഭാഗ്യത്തിന് ഹാപ്പി ആനിവേഴ്സറി ലവ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്ര ഭംഗിയായിട്ടില്ല, എങ്കിലും ഓവറോൾ വീഡിയോയിൽ വരുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിത് ഏകദേശം ഇവിടെ ഇങ്ങനെ ഹാർട്ട് ഞാൻ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്ത ഹാർട്ട് ബലൂൺ. കാരണം എനിക്ക് കെട്ടാനുള്ള സെറ്റപ്പുകളൊന്നുമില്ല. പിന്നെ നമ്മളിത് ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച റോസാണ്. ആ റോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ കേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാൻഡിൽസ് ഉണ്ട്. അപ്പോൾ ക്യാൻഡിൽസ് ഇവിടെ ഇങ്ങനെ വെക്കാം, ലാസ്റ്റ് ആയിട്ടും വരുമ്പോൾ കത്തിക്കാനായിട്ട്. ഓക്കെ, ഓൾ ഗുഡ്. ഇനി നമുക്ക് ഗിഫ്റ്റുകളും കൂടെ വെക്കാം കേട്ടോ. ഇതാണ് ഒരു ഗിഫ്റ്റ്, ഇവിടെ ഇരിക്കട്ടെ. ഏട്ടൻ്റെ വീട്ടിൽ നിന്നും ചേച്ചിയും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ തന്നു വിട്ട ഡ്രസ്സുകൾ കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ഗിഫ്റ്റ് റാപ്പ് ചെയ്തില്ല, കാരണം എല്ലാം ബോക്സിലാക്കിയാൽ നമുക്ക് ലഗേജ് കൊണ്ടുവരുമ്പോൾ വെക്കാനുള്ള ഒരുപാട് സ്ഥലം പോകുമല്ലോ. അപ്പോൾ അത് ഞാൻ അല്ലാതെയാണ് വെച്ച് കൊണ്ടുവന്നത്. അപ്പോൾ അത് നമുക്കിങ്ങനെ ഒരു കവറിലാക്കി വയ്ക്കാം. ഇങ്ങനെ ഉണ്ടാതി നല്ലതാണോ? ഇഷ്ടമായി ആദിക്ക്? ഇങ്ങ് പോരെ, സാറെല്ലാം തട്ടി താഴെ ഇടും, അതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ സാലഡും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. സാലഡ് റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വിളിക്കാതെ വന്ന ആള് വന്നു. അയ്യോ ലൈറ്റ് ഇട്ടില്ല. ഹാപ്പി ബർത്ത്ഡേയോ? ഒരു മിനിറ്റ്. ഇതെന്താണ്? ഇതെന്താണ്? കേക്കൊക്കെയോ? ഓ മൈ ഗോഡ്, എങ്ങനെയുണ്ട്? ഇത് സൂപ്പർ ആയിട്ടുണ്ട്. സർപ്രൈസ് ആയി തോന്നുന്നു. ഇതെന്താണ്, സർപ്രൈസ് ആണോ? കേക്ക് കട്ട് ചെയ്തിട്ട് തരാം, ഗിഫ്റ്റ് ഒക്കെ. ആദ്യമാണ് അതൊക്കെ സെറ്റ് ചെയ്തേ. അച്ഛതൊന്നും അറിഞ്ഞില്ല കേട്ടോ. ലൈറ്റർ ചാർജറിലിട്ടോ? സൂപ്പർ. വിളിക്കണോ? ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. അപ്പൊ കേറി വന്നപ്പോ കണ്ടില്ലേ? ഇല്ല, ഞാൻ കേക്കും ഗിഫ്റ്റും ആണ് നോക്കിയത്. ഗിഫ്റ്റിലോട്ടാണ് നോട്ടെന്ന്. ആദ്യം അച്ഛൻ കണ്ടില്ല. അമ്മേനെ ചേച്ചിനെ വിളിക്കട്ടാ. കണ്ടില്ലേ? ഇതേ അമ്മ ചേച്ചി. കേക്ക് വാങ്ങിക്കായിരുന്നു. മറന്നുപോയി ഇവളെ കൂട്ടാൻ വേണ്ടി.
നീയുണ്ടോ? അവനെയും വിളിച്ചില്ല എന്നെയും വിളിച്ചില്ല. അവനെ ഏട്ടനെ എടുത്ത് പിടിച്ചോ? ഒരു നിമിഷം ഞാൻ ബാച്ചുലർ ചിന്തിച്ചു പോയി. കട്ട് ചെയ്തോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സോറി. ഇനി എനിക്കതിനൊരു താങ്ങോട് മനുഷ്യൻ കൊടുത്തു കൊടുത്ത അമ്മക്ക്. ഒരു മിനിറ്റ് കേട്ടോ, നിങ്ങൾ അവിടെ നിക്കണേ, എനിക്കൊരു കാര്യമുണ്ട്. സങ്കല്പിക്കട്ടെ കേക്ക് നിങ്ങക്ക് കേക്ക് ഇങ്ങനെയല്ലേ കേക്ക് തരാറ്? ഒന്ന് വാതർന്നേ, രണ്ടുപേരും ഒന്ന് വാതർന്നേ. അമ്മ വാതർന്നേ. ഞാൻ കഴിച്ചിട്ടുണ്ട്, സൂപ്പർ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. ഇതെന്റെ മാത്രം എനിക്കറിയണ്ടേ ഇത് ഗിഫ്റ്റ്. ചേച്ചിയുടെ വക. ഓ മൈ ഗോഡ്, വെഡിങ് ആനിവേഴ്സറിക്ക് ഇതൊന്നും എനിക്ക് പാക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. താങ്ക് യു. ഇത് അച്ചാച്ചന്റെ അമ്മച്ചിന്റെ മക 100 ഷർട്ട്. വെഡിങ് ആനിവേഴ്സറി തീ പിടിക്കരുത് കേട്ടാ, ഇത് കൊച്ച്. താങ്ക് യു അച്ചാച്ചൻ്റെ അമ്മ, താങ്ക് യു ചേച്ചി, എല്ലാവർക്കും നന്ദിയുണ്ട്. എന്റെ വക വെഡിങ് ആനിവേഴ്സറി ഒരു മുമ്പേലും ഒതുക്കി അല്ലേ? എന്നാ പിന്നെ വേറൊരു ഗിഫ്റ്റ് ഇടതല്ലേ? ഇതെന്താ മോതിരോ? എക്സ്പെൻസീവ്. ഈ മോതിരം ഒരിക്കൽ ഞാൻ ഇട്ട് മോതിരം വലുതാണോടാ? കുറച്ച് വലുതാ. ശരിക്കും അങ്ങനെ പോലെയാണോ? ഈ വരയിലുണ്ടോ? അച്ഛൻ മാറാം, ഇത്തിരി വലുതാ. അല്ല ഞങ്ങള് ഞങ്ങളുടെ ഗിഫ്റ്റ് തരണ്ടേ നിങ്ങക്ക്? ഉമ്മ ഉമ്മ തണുക്കാലായ ഷെൽഫിലിരിക്കുന്ന ഗിഫ്റ്റ് ബോക്സ് അങ്ങനെ എടുത്ത് പൊട്ടിച്ചോ? അവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇല്ലേ? അപ്പൊ ഗിഫ്റ്റ് ബോക്സ് ഒന്ന് പൊട്ടിച്ചോടെ. ഇവിടെ തുണി ഇട്ടിരിക്കുന്നോണ്ട് അല്ലെങ്കിൽ അത് കണ്ണൻ ചേട്ടനല്ലേ? ഏട്ടാ എന്റെ അടുത്ത് പറഞ്ഞേ കണ്ണൻ ചേട്ടന് ബർത്ത്ഡേ ആണ് ഏപ്രില്, അപ്പൊ ചേട്ടന് വേണ്ടി ഒരു ജീൻസ് ഷർട്ട് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു. അത് ഏപ്രിലിൽ കൊടുത്താ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിവിടെ ഇത് ഭയങ്കര സർപ്രൈസ് ആയിട്ടാ. അയ്യോ, ഇത് എനിക്കുള്ള ഗിഫ്റ്റ് ആയിരുന്നോ? അല്ല നമുക്കുള്ളതായിരുന്നോ? ഫുള്ള് സർപ്രൈസ്. ഞാൻ വിചാരിച്ചൊരു എക്സ്പ്രഷൻ ഉണ്ടായില്ലല്ലോ. അയ്യോ, ആ എക്സ്പ്രഷൻ ആദ്യം ഞാൻ അറിഞ്ഞില്ല. അയ്യേ ഞാൻ ജമ്മി. ഞാന് വീഡിയോയിലിട്ടില്ല എന്തൊക്കെ തള്ളാ ഞാൻ തള്ളിയെന്നറിയാവോ ഇൻട്രൊഡക്ഷൻ എടുത്ത് വെച്ചേക്കുന്നതില്. അയ്യോ ഒരു മിനിറ്റ് ഒന്ന് തരുമോ? ഞാൻ ഹൈലൈറ്റ് ചെയ്യാ. അയ്യോ ഞാൻ പ്രതീക്ഷിച്ചില്ല. വേണോ? ഇവിടെ ഒരാള് മണിക്കൂർ ഹാപ്പി മോതിരം മാല മതിയായിരുന്നു. സൂപ്പർ. എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ വെയിറ്റും ഉണ്ട്. ജീൻസ് ഷർട്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു. വെയിറ്റ് ഉണ്ടല്ലോ. അന്റെ അച്ഛൻ പറയാ ജീൻസ് ഒക്കെ അല്ലേ വെച്ചിരിക്കണം മോളെ, വെറുതെ അല്ലേ വെയിറ്റ് ഉള്ളത്. ജീൻസ് ഉണ്ട് ഇതിനകത്ത്. ഇവിടെ
അയ്യോ സർപ്രൈസ് ആയി പോട്ടോ, ഫുള്ള് സർപ്രൈസ്. ദൈവേ എനിക്ക് ടോപ്പ്. നിനക്ക് ടോപ്പോ? ഇതെല്ലാം വാങ്ങിച്ചത്? ഇത് ഫുള്ള് സർപ്രൈസ് ഇവൾക്കാണ്. എനിക്ക് സർപ്രൈസ്. ഇത് ആർക്കത്? ഭയങ്കര വലുതാണല്ലോ. പിന്നെ എവിടെ വലുത്? ഇത് എത്തിയ പോലും ഇല്ല. ഇത് ചെറുതാണല്ലോ. എന്ത് നോക്കാൻ? പേപ്പറുണ്ടോ? 1000 വിവാഹ ആശംസകൾ. ഉറക്കെ വായിക്കി. പരസ്പരം താങ്ങായി തളർന്ന ജീവിതാവസാനം വരെ പരസ്പരം സ്നേഹിച്ച് ഒന്നായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഐശ്വര്യങ്ങളും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞു വരട്ടെ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ. ഒരേ മനസ്സോടെ മാന്യങ്ങളുടെ സ്നേഹത്തോടെ ജന്മങ്ങളോട് ഒന്നായി ജീവിക്കാൻ സർവീസിൽ നിങ്ങൾ രണ്ടുപേരും. ഇത് ഏത് കവി എനിക്ക് ഇഷ്ടായി. ഞാൻ വീഡിയോയിൽ കാണിച്ചു കൊടുക്കട്ടെ കേട്ടാ. ലെറ്റർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങക്ക്. എനിക്ക് ഇത് അമ്മയുടെ വകയാണോ? അമ്മയാണോ അത്? ഓ അമ്മ എനിക്ക് ടൈറ്റ് ആയിരിക്കും തോന്നുന്നല്ലോ. അമ്മ ടൈറ്റ് അല്ല ഇടുമ്പോ കറക്റ്റ് ആയിരിക്കും. എനിക്ക് ടൈറ്റ് ആണ്. ഇത് ലാർജ് അല്ലേ സൈസ്? അപ്പൊ ഞങ്ങളൊക്കെ എടുത്തിരിക്കുന്ന ടൈറ്റ് ആണോ? ഇത് ലാർജ് ആണ് സൈസ്. അപ്പൊ നിങ്ങൾക്ക് എക്സൽ വേണോ? ലാർജ് ഇത് ഫിറ്റ് ആണെന്ന് തോന്നുന്നു. ഇട്ട് നോക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇട്ട് നോക്കാം. ഞാൻ ഈ തീയൊന്ന് കെടുത്തിട്ട് കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ തീ വൃത്തമുണ്ടാവും. തിരിഞ്ഞേ ഇത്തിരി ലൂസ് വേണമായിരുന്നു. ഇത്തിരി ലൂസോ? അല്ല ഇത്തിരി ടൈറ്റ് വേണം. ഈ വിരലിലിട്. ഈ വിരലില് കറക്റ്റ് ആണല്ലോ. ഈ വിരലിൽ ഇടൂല്ലോ. ആ ഈ വിരലില് കറക്റ്റാ. ഓക്കെ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഞാൻ കൊടുങ്ങല്ലൊരു ഷോപ്പിൽ കണ്ടുവച്ചതായിരുന്നു. സമയം കിട്ടാത്തോണ്ട് വാങ്ങിച്ചില്ല. അത് അമ്മ എടുത്തു വെച്ചു. ഒരെണ്ണം അമ്മ വാങ്ങിച്ചു, ഒരെണ്ണം ചേച്ചി. ഞാൻ വലിയ ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. എനിക്കറിയാം. അല്ലേ അത് ഞാൻ വൈകുന്നേരമൊക്കെ ഒന്ന് പുറത്തൊക്കെ പോവാം ചെറിയൊരു പരിപാടിയൊന്നും വിചാരിച്ചു. പക്ഷെ ഇത്ര ഗ്രാൻഡ് ആക്കുന്നു ഞാൻ വിചാരിച്ചില്ല. എന്നിട്ട് നിന്റെ ഞാൻ ഞെട്ടല് മുഖത്ത് വന്നില്ലല്ലോ. നീ ഇത്ര സംസാരിച്ച ഞെട്ടിട്ടാ. അത്ര ഹാപ്പി ആയിട്ട് സംസാരിച്ചു. എങ്ങനെയുണ്ട് ചെമ്മീൻ ബിരിയാണി? സൂപ്പർ ആയിട്ടുണ്ട്. അതെ ആക്ച്വലി എനിക്ക് ചെമ്മീൻ ബിരിയാണി ഭയങ്കര ഇഷ്ടം. നീ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നീ ബിരിയാണി ഉണ്ടാക്കാൻ ടേസ്റ്റ് കേട്ടോ. എല്ലാവരും പറയുന്നത് മതി. കഴിച്ചോ? ഞാൻ എന്നിട്ട് കഴിച്ചോളാം. കഴിച്ചോ? കുറച്ച് തരാം. എൻ്റെ കയ്യിലൊരു ആനവാൽ മോതിരം ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ തൊട്ടാണ് ഏട്ടന് ആനവാൽ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിൻ്റെ പുറത്താണ് ഞാൻ ആനവാലിൻ്റെ മോതിരം ഉണ്ടാക്കി. നമ്മൾ പറഞ്ഞുണ്ടാക്കിച്ചതാ. ആ സ്പൂൺ ഒന്ന് കൊടുത്ത് വെച്ചേക്കേ. ഇതാണ് ഞാൻ വാങ്ങിയ ഷർട്ട്. വയലറ്റ് കളർ ഇഷ്ടപ്പെട്ടോ? ഇതാണ് ഞാൻ വാങ്ങിച്ച ഷർട്ട്. അപ്പം അങ്ങനെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ അടിപൊളിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഞാൻ ഏട്ടനെ ഞെട്ടിക്കുന്നത് പറഞ്ഞിട്ട് ഏട്ടൻ അധികം ഞെട്ടിയതുമില്ല. ശരിക്കും ചേച്ചിയും അമ്മയും കൂടെ ഞങ്ങൾക്ക് വലിയ സർപ്രൈസ് തന്നു കേട്ടോ. അപ്പോൾ അവർ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെയാണുള്ളത്. അപ്പോൾ പുള്ളിക്കാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗിഫ്റ്റ് ബോക്സ് തന്നു വിട്ടത്. പക്ഷേ അത് ആക്ച്വലി ഞങ്ങൾക്കായിരുന്നു. എനിക്ക് അതിനകത്ത് ഡ്രസ്സും ഏട്ടനും ഡ്രസ്സും മോനും ഡ്രസ്സ്, അങ്ങനെ ഞങ്ങൾക്ക് മൂന്നാൾക്കും ഡ്രസ്സായിരുന്നു അതിനകത്ത്. അങ്ങനെ ഞാൻ ശരിക്കും അത് സർപ്രൈസ് ആയിട്ടോ.
അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഒരു നല്ല ഡേ, നല്ല കളർഫുൾ, നല്ല ഹാപ്പി ഡേ ആയിട്ട് മാറി. അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.